Good evening all. So in the last class we discussed about ethers. Ethers have general formula RO R dash. Based on R and R dash they are symmetrical and unsymmetrical ethers. Next we learn about the nomenclature, common name, alkyl ethers, ethyl, methyl ether, ethyl, propyl ether, etc. Then in the IUPAC naming system we want to use the term alkoxy ether. Here alkoxy group is taken as the substituent and alkoxy ethers. Then we learn about the polyethers, cyclic ethers, etc. Okay, now we want to study the preparation of ethers. How we can prepare ethers. In the last class we already discussed about the thing that ethers can be regarded as the anhydrides of alcohols. രണ്ട് ആൽക്കഹോൾസ് ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈഥർ കിട്ടുമെന്ന് മനസ്സിലായില്ലേ. സോ ഒരു സ്റ്റെപ്പാണ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. അതിനേക്കാൾ മുന്നേ നമ്മൾ പഠിക്കാനുള്ളത് വേറൊരു മെത്തേഡാണ് വില്യംസൺ സിന്തസിസ്. ഇതൊരു ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിന്തസിസ് ആണ് വില്യംസൺസ് ഈഥർ സിന്തസിസ്. I think it is established in 1850 by Alexander William Williamson. അദ്ദേഹമാണ് ഇത് എടുത്തത്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈഥറിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത് ഈ റിയാക്ഷൻ വഴിയാണ്. ഓക്കെ, സോ നൗ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് വില്യംസൺസ് സിന്തസിസ്. വില്യംസൺസ് ഈഥർ സിന്തസിസ്. വില്യംസൺ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എല്ലാവർക്കും ഈഥർ പ്രിപ്പറേഷൻ ആയിരിക്കും. വില്യംസൺസ് ഈഥർ സിന്തസിസ്. നൗ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദ reaction. Okay, according to Williamson's synthesis, ether synthesis, ethers can be prepared by treating sodium alkoxides with alkyl halides. According to this reaction, sodium alkoxides react with the alkyl halides to form ethers. എന്താ നമുക്ക് സോഡിയം ആൽക്കോക്സൈഡ്സ് എന്താ നോക്കാം. ഓക്കെ, സോഡിയം ആൽക്കോക്സൈഡ്സ് ഹാവ് ജനറൽ ഫോർമുല RONA. ഇതാണ് സോഡിയം ആൽക്കോക്സൈഡ്. സോഡിയം ആൽക്കോക്സൈഡ് RO എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കോക്സൈഡ്സ്. ഓക്കെ, സോഡിയം ആൽക്കോക്സൈഡ്സ്. ഓക്കെ, ദെൻ ട്രീറ്റഡ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് RX. ആൽക്കൈൽ ഹാലൈഡ്, അതിന് നമുക്ക് R ഉണ്ടായതുകൊണ്ട് R' എന്ന് കൊടുക്കാം. ദെൻ ഹീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇങ്ങനൊരു സിമ്പിൾ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ RONA പ്ലസ് R' ഗീവ്സ് ROR'. ദാറ്റ് ഈസ് അവർ ഈഥർ. Okay, so Williamson synthesis, sodium alkoxide heated with the alkyl halide gives ethers. RONA ആണ് sodium alkoxide with R'. You will get ROR'. Then ബാക്കി എന്താ ഉള്ളത് പറയൂ? NaX, സോഡിയം ഹാലൈഡ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇയാളെ നോക്കാം. RONA, സോഡിയം ആൽക്കോക്സൈഡ്സ്. എങ്ങനെയാണ് സോഡിയം ആൽക്കോക്സൈഡ്സ് ഉണ്ടാക്കുന്നത്? ദേ ആർ obtained by treating alcohols with sodium. സോഡിയം മെറ്റൽ നമ്മൾ ആൽക്കഹോളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ബബിൾസ്. ബബിൾസ് ആർ ഡ്യൂ ടു ദി റിബറേഷൻ ഓഫ് ഹൈഡ്രജൻ. ഇവിടുന്ന് ഹൈഡ്രജൻ അവിടുന്ന് അങ്ങോട്ട് പോകും. സോഡിയത്തിനെ കാണുമ്പോൾ ഹൈഡ്രജൻ പേടിച്ച് പോവുക ചെയ്യുന്നത് H+. കാരണം ഇവിടെ H+ഉം ഇത് Na+ഉം ആണ്. സ്ട്രോങ് ആരാണ്? സോഡിയമാണ് അല്ലേ. അപ്പോൾ സോഡിയത്തിന് എന്തിനു ചെയ്യാം? ഇതിൽ നിന്നുള്ള Hനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കഹോളിലേക്ക് സോഡിയം മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് RONA വരും പ്ലസ് H, ഹൈഡ്രജൻ ആറ്റമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതിയാൽ മതി. 2ROH പ്ലസ് 2Na ഗീവ്സ് 2RONA പ്ലസ് H2. ഓക്കെ, നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആസിഡ്സ്, ആൽക്കഹോൾസ്, ഈവൻ വാട്ടർ. ഓക്കെ, വാട്ടർ നമുക്കറിയാം HOH പ്ലസ് Na, സോഡിയം NaOH ഫോം ചെയ്യും അല്ലേ. നമുക്ക് ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. വളരെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും അല്ലേ വാട്ടറിലേക്ക് സോഡിയം കാരണം സോഡിയം ഹൈലി റിയാക്റ്റീവാണ്. ഹൈഡ്രജൻ അത് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോൾസ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജനെ അത് റീപ്ലേസ് ചെയ്തിട്ട് RONA ആയി മാറും. സോ ദിസ് ഈസ് സോഡിയം ആൽക്കോക്സൈഡ്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ സോഡിയം ആൽക്കോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്? ഹൈഡ്രജനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ റിപ്ലേസ് ചെയ്യുന്നത്? Na+ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ H. ഓക്കെ, അപ്പോൾ Hനോട് പൊയ്ക്കോളാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ എങ്ങനെ എഴുതാം? H+ ആണ്. ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ROH എന്ന് പറഞ്ഞാൽ O- H+ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? O-
Na പ്ലസ് എന്നായിരിക്കും കേട്ടോ. RONA നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം, പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഓക്കെ, C2H5ONA O മൈനസ് Na പ്ലസ് CH3I. ഓക്കെ, ഇനി നമുക്കിതിന് പേരിടണം. ഓർഗാനിക് കോമ്പൗണ്ട് എഴുതി എപ്പോഴും നമ്മൾ പേര് നോക്കണം. ഓക്കെ, ഇതാരാണ്? സോഡിയം. ഇത് ഈത്തൈൽ ഗ്രൂപ്പാണ്, ഈത്തോക്സൈഡ്. സോ ഇറ്റ്സ് നെയിം ഈസ് സോഡിയം ഈത്തോക്സൈഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇതോക്സൈഡ് സോഡിയം എന്ന് എഴുതാഞ്ഞത്? എപ്പോഴും നെയിമിങ് ചെയ്യുമ്പോൾ നമ്മൾ കാറ്റയോണിനെയാണ് നെയിമിങ് ചെയ്യേണ്ടത് കേട്ടോ. ഏതൊരു സബ്സ്റ്റൻസിനെയും നമ്മൾ നെയിമിങ് ചെയ്യുമ്പോൾ കാറ്റയോൺ വാണ്ട് ടു നെയിം ഫസ്റ്റ്. സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ബ്രോമൈഡ്, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളതൊക്കെ. അപ്പോൾ കാറ്റയോൺ ആണ് എപ്പോഴും നെയിമിങ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് സോഡിയം എത്തോക്സൈഡ് പ്ലസ് CH3I. ദിസ് ഇസ് methyl iodide. ഓക്കെ, methyl iodide ആണിത്. ഓക്കെ, സോ C2H5ONA പ്ലസ് CH3I എങ്ങനെ നമുക്ക് എഴുതാം? ദിസ് NAയും Iയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് C2H5OCH3I മാറും അല്ലേ. ഇവിടുന്ന് NA പോയിട്ട് Iനെ എടുക്കും അവിടുന്ന്. സോ CH3 ആണ് ഇവിടെ വന്നത്. C2H5ONA. ഇയാളെ പേര് പറയൂ. ഈത്തൈലും മീത്തൈലും അതിൻ്റെ ഈതർ. സോ ദിസ് ഈസ് ഈത്തൈൽ മീത്തൈൽ ഈതർ പ്ലസ് പിന്നെ ആരാ ഉണ്ടാവുക? NaI. മനസ്സിലായോ? സോ വാട്ട് ഈസ് ദ സിന്തസിസ്? സോഡിയം ഇത്തോക്സൈഡ് റിയാക്ട് വിത്ത് മീത്തൈൽ അയോഡൈഡ് ടു ഫോം ഈത്തൈൽ മീത്തൈൽ ഈതർ പ്ലസ് NaI. ഓക്കെ, ദെൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. C2H5ONA സോഡിയം മെത്തോക്സൈഡ് പ്ലസ് നമുക്കൊരു ഈത്തൈൽ ക്ലോറൈഡ് നോക്കാം. C2H5Cl. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? C2H5O C2H5. So what is this? Diethyl ether. Okay, so this is termed as the Williamson's synthesis. Okay, ഇതിൻ്റെ IUPAC പറയൂ. IUPAC എന്താണ്? മിതോക്സി ഈത്തേൻ. വലിയ ആളേനെ ആൽക്കൈനാക്കി മിതോക്സി ഈത്തേൻ. ഇത് ഇതോക്സി ഈത്തേൻ അല്ലേ. ഓക്കെ, ഡൈഇഥൈൽ ഈത്തർ. സോ ദിസ് ഈസ് വില്യംസൺ സിന്തസിസ്. സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ടു ഫോം കറസ്പോണ്ടിങ് ഈത്തേഴ്സ്. ഓക്കെ, എന്നെല്ലാവരും പെട്ടെന്ന് ഡൈമീഥൈൽ ഈത്തർ എഴുതു വേഗം. ഡൈമീഥൈൽ ഈത്തർ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ഡൈമീഥൈൽ ഈതർ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? CH3ONA അല്ലേ. സോഡിയം മെത്തോക്സൈഡ് എടുത്തിട്ട് മീത്തൈലിൻ്റെ ഏതെങ്കിലും ഹാലൈഡ്, മീത്തൈൽ ഏതെങ്കിലും ബ്രോമൈഡോ അയോഡൈഡോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ഡൈമീഥൈൽ ഈതർ പ്ലസ് കറസ്പോണ്ടിങ് സോഡിയം halide. Okay, now we want to check the mechanism. What is the mechanism of this reaction? Okay, and you know this is an SN2 reaction. It follows SN2 reaction pathway. What is SN2 reaction? First we can check what is S. S is for substitution. S indicate substitution. എന്താ substitution എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരാൾക്ക് പകരം വേറൊരാൾ അവിടെ കയറിയിരിക്കുക, അതിനാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ, ഒരാൾക്ക് പകരം വേറൊരാൾ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഇത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എൻ? എൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക്. The substitution reaction is brought about by nucleophiles. എന്താ nucleophiles എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്. പ്ലസ് സൈനിനെ ഇഷ്ടപ്പെടുന്നവരാണ് ന്യൂക്ലിയോഫൈൽസ്. ന്യൂക്ലിയസിൻ്റെ സൈൻ അല്ലെങ്കിൽ പ്ലസ് എവിടെയെങ്കിലും ഒരു പ്ലസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് ന്യൂക്ലിയോഫൈൽസ്. ഓക്കെ, സോ അവരുടെ ചാർജ് എന്തായിരിക്കും? ദേ കണ്ടെയ്ൻ യൂഷ്വലി നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയോഫൈൽസ് രണ്ട് തരത്തിലുണ്ട്, നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസും ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസും. ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരാണ് പോസിറ്റീവ് സെൻറ്റർ തേടി നടക്കുന്നവർ. ഓക്കെ, സോ ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക്. മനസ്സിലായില്ലേ? എസ് എൻ. ഇനി എന്താണ് ടു? ടു എന്ന് ഉദ്ദേശിക്കുന്നത് അത്
റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പിൽ 2 ആൾക്കാരാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതാണ് ഈ 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള 2 പേര് ആരാണ്? ആൽക്കോക്സൈഡും alkyl halide. Okay, so the mechanism is nucleophilic substitution reaction, that is bimolecular എന്നാണ്. അപ്പോൾ ഇതാണ് ആദ്യം bimolecular nucleophilic substitution reaction. So Williamson synthesis follows bimolecular nucleophilic substitution reaction. ഓക്കെ, എന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരാളെ എടുക്കുകയാണ്. ആദ്യം നമ്മൾ പഠിച്ച സോഡിയം ഇതോക്സൈഡ് CH3CH2ONa, സോഡിയം ഇതോക്സൈഡ് പ്ലസ് ആൽക്കൈൽ ഹാലൈഡ് CH3Br ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സോഡിയം ആൽക്കോക്സൈഡ്, സോഡിയം ഇതോക്സൈഡ്. ദിസ് ഈസ് അവർ ആൽക്കൈൽ ഹാലൈഡ് മീഥൈൽ ബ്രോമൈഡ്. ഓക്കെ, ഇതിൻ്റെ ടീച്ചർ പറഞ്ഞു ഇതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, നമുക്കിതിലുള്ള ഇലക്ട്രോൺസിനൊന്ന് നോക്കി നോക്കാം. ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ്റെ കൂടെ എപ്പോഴും ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം അല്ലേ? ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ഈ 2 ഓക്സിജനും ഒരിക്കലും ചാർജ് ഉണ്ടാവില്ല. പക്ഷേ സിംഗിൾ ബോണ്ടഡ് ഓക്സിജൻ എവിടെയുണ്ടോ അതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡബിൾ ബോണ്ടഡ് ഓക്സിജന് ചാർജ് ഉണ്ടാവില്ല. ഇങ്ങനെയും ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, പക്ഷേ സിംഗിൾ ബോണ്ടഡ് ഓക്സിജന് ചാർജ് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണത് നോക്കൂ. ഓക്സിജൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ എത്ര പേരുണ്ടായിരിക്കും, എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 6 ഇലക്ട്രോൺ. 1 2 3 4 5 6 2 4 6. ഓക്കെ, സോ ഇതാണ് ചാർജ് ഇല്ല. കാരണം പിന്നെ ഈ ബോണ്ട് ഉണ്ടായിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ആൾ കൊടുത്ത 2 എണ്ണം അല്ലേ? ഫോർ എക്സാമ്പിൾ കാർബൺ ആണെങ്കിൽ ആ കാർബണിൻ്റെ 2 ഇലക്ട്രോണും കൂടി. ഓക്കെ, അങ്ങനെ അത് 8 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ തന്നെയാണ്. 1 2 3 4 5 6 ഇതെല്ലാം പുള്ളിക്കാരൻ്റെയാണ്, ഓക്സിജൻ്റെയാണ്. പിന്നെ ഇവിടെ അടുത്ത ആൾ തന്ന ഒരു ഇലക്ട്രോൺ, ഇയാൾ തന്ന ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഇങ്ങനെ 8 കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഈ ഓക്സിജൻ്റെ കേസ് എങ്ങനെയാണ്? ഇത് ഈ ഇലക്ട്രോൺ ഈ ഓക്സിജൻ്റെയാണ്. ഓക്കെ, സോ 1 2 3 4 5 6 ഇങ്ങനെയായിരിക്കും അല്ലേ? 1 2 3 4 5 6 എണ്ണം. ഓക്കെ, പിന്നെ എവിടുന്നാണ് ഇതിനൊരു നെഗറ്റീവ് വരുന്നത്? വേറൊരാളെങ്കിലും കൊടുക്കണം, എന്നാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ഒറ്റയ്ക്ക് ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോഴാണ് സോഡിയം അതിൻ്റെ ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. ആ ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോഴാണ് ഓക്സിജന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. ഇത് മനസ്സിലായോ മക്കളെ? ഇത് വളരെ ബേസിക്കാണ് കേട്ടോ. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇങ്ങനെ ഓക്സിജൻ്റെ ചുറ്റും എപ്പോഴും 6 ഇലക്ട്രോൺ ആയിരിക്കും. 1 2 3 4 5 6 ഇങ്ങനെയാണ് ഓക്സിജൻ. ഓക്കെ, പക്ഷേ ഇതിന് 8 കംപ്ലീറ്റ് അല്ല, അപ്പോൾ സ്റ്റേബിൾ അല്ല. അപ്പോൾ ആരുടെയെങ്കിലും ഒരു ഇലക്ട്രോൺ വേണം. അപ്പോഴാണ് സോഡിയത്തിനോട് അടുത്ത് വന്നോളാൻ പറഞ്ഞത്. സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ തരാൻ പറയും. ആ ഇലക്ട്രോൺ ഇവിടെ വരും. ആ ഇലക്ട്രോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം 6 ഇലക്ട്രോൺ ആയിരുന്നു. ഒരു എക്സസ് ഇലക്ട്രോണിനെ കിട്ടിയത് കൊണ്ടാണ് നെഗറ്റീവ് ചാർജ് വന്നത്. സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തത് കൊണ്ട് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ഒരിക്കലും ചാർജ് ഉണ്ടാവില്ല. സിംഗിൾ ബോണ്ടഡ് ഓക്സിജൻ അങ്ങനെയാണ് ചാർജ്. സിംഗിൾ ബോണ്ട് ഓക്സിജൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല, കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് വരാം. എങ്ങനെ അതിനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇത് ഈ ഓക്സിജൻ്റെ കേട്ടോ. 1 2 3 4 സോറി ഇവിടെ 1 2 3 4 5 6. ഓക്കെ, 6 എണ്ണം ഈ ഓക്സിജൻ്റെ ആയിരുന്നു. പിന്നെ ഈ സോഡിയം കൊടുത്ത ഒരു ഇലക്ട്രോൺ കൂടി. അപ്പോഴാണ് ഈ ഓക്സിജന് നെഗറ്റീവ് ചാർജ് കിട്ടിയത് സോഡിയം. അപ്പോൾ സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഓക്കെ, CH3CH2ONaയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് SN2 റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക്. അപ്പോൾ നമുക്കിവിടെ ഒരു ന്യൂക്ലിയോഫൈലിനെ കണ്ടെത്തണം. എന്താ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്. ഓക്കെ, ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ, ദാറ്റ് ഈസ് ഹാവിങ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെയുള്ളൊരു ഗുഡ് ന്യൂക്ലിയോഫൈൽ ആരാണ്? നോക്കൂ, ഇതാണ് അല്ലേ, ഇതോക്സൈഡ് അയോൺ. CH3CH2O- എന്നുള്ള ഈ അയോണാണ് നല്ല ന്യൂക്ലിയോഫൈൽ. ഓക്കെ, so this is our nucleophile. So in this system the nucleophile is CH3CH2O-. Okay, so what will happen? This ന്യൂക്ലിയോഫൈൽ വിൽ അറ്റാക്ക് ദി സബ്സ്ട്രേറ്റ്. ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ഇതാണ്, ഈ മോളിക്യൂളാണ് സബ്സ്ട്രേറ്റ്. ഇതിവിടുത്തെ റിയേജൻ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ റിയേജൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ സബ്സ്ട്രേറ്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇത് ന്യൂക്ലിയസിനെ തിരഞ്ഞാൽ പോകുന്നത്. ഓക്കെ, ഇവിടെ ഈ കാർബൺ ആണ് ന്യൂക്ലിയസ്. ഈ കാർബണിനോടാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് കാർബണിനോട് ഇഷ്ടം ഉണ്ടായത്?
CH3Br നോക്കൂ. ഓക്കെ, നോക്കൂ ഇവിടെ ഈ 2 ഇലക്ട്രോൺസ്, ഒന്ന് കാർബണിൻ്റെയാണ്, ഒന്ന് ബ്രോമിൻ്റെയാണ് അല്ലേ. ബ്രോമിൻ ഈസ് ഹൈലി ഇലക്ട്രോഫിലിക്. ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ബോണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ആദ്യം പറയും നീ നിൻ്റെ കൈ പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാർബണിന് കൊടുക്കുന്നത്. ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബ്രോമിൻ്റെ സ്വഭാവം മാറും, കാർബണിൻ്റെ ഇലക്ട്രോണിനെ കൂടി ഇങ്ങോട്ടേക്ക് വലിക്കും. സോ ദിസ് ഹാവിങ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് ഹാവിങ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. സോ ദിസ് ഇതോക്സൈഡ് അയോൺ എങ്ങോട്ടേക്കാണ് പോവുക? കാർബണിൻ്റെ അടുത്തേക്ക്, കാരണം ഇവിടെ അല്ലേ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉള്ളത്. സോ ദിസ് വിൽ മൂവ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ. വൈ? ബിക്കോസ് ഓഫ് ദിസ് ചാർജ് സെപ്പറേഷൻ. അല്ലെങ്കിൽ ഇയാളെ കാണുമ്പോഴാണ് കാർബൺ ഇതിനെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കാനുള്ളൊരു, നമ്മളൊരു ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? എന്താ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു മോളിക്യൂളിന് സ്വയം ഉണ്ടാകുന്ന എഫക്റ്റാണ് ഇൻഡക്ട്രോമെറിക്. ഇലക്ട്രോമെറിക് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കാണുമ്പോൾ ഇയാളുടെ സ്വഭാവം മാറുകയാണ്, ഇയാളിങ്ങനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് എന്ത്? ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പോൾ നോക്കൂ, ഈ സോഡിയം എത്തോക്സൈഡ് ഈ എത്തോക്സൈഡ് അയോൺ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരാൻ നോക്കുമ്പോൾ, അപ്പോൾ എങ്ങനെയാണ് വരാൻ നോക്കുന്നത്? ഈ ഓക്സിജൻ O- ആണ് നേരെ കാർബണിലേക്ക് പോകാൻ നോക്കുന്നത് അല്ലേ, ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ കാർബൺ എന്ത് ചെയ്യും? കാർബൺ ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇലക്ട്രോണിനെ ഒക്കെ ബ്രോമിൻ്റെ അടുത്ത് നിന്ന്. സോ മെല്ലെ അഴച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺ, ഒന്ന് കാർബണിൻ്റെയാണ്, അതിനെയും കൊണ്ട് ബ്രോമിൻ അവിടുന്ന് ഓടിപ്പോവും. ഓക്കെ, സോ ഈ പോവൽ എപ്പോഴേ നടക്കുള്ളൂ? വേറൊരാളിവിടെ കമ്പൈൻ ചെയ്യാൻ വരുമ്പോൾ, അപ്പോൾ മാത്രമാണ് ഈ കാർബൺ പിടി വിട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ബ്രോമിൻ എത്ര വലിച്ചാലും ഇതിവിടെ തന്നെ പിടിച്ചു നിർത്തും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരാൾ വരുന്നു, അയാൾ വരുമ്പോൾ എന്താ വിടാൻ കാരണം? ഇയാൾ വരുന്നത് എങ്ങനെയാണ്? 2 ഇലക്ട്രോണിനെയും കൊണ്ടാണ് വരുന്നത്. നോക്കൂ, ഈ 2 ഇലക്ട്രോണിനെയും കൊണ്ട് O- ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ബ്രോമിനെ അത് അവിടുന്ന് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് ഈ കാർബണിൻ്റെ അടുത്ത് കഴിച്ചാൽ ഈ കാർബൺ അതിൻ്റെ കയ്യിലേക്ക് ഈ 2 ഇലക്ട്രോണിനെയും സ്വീകരിക്കും. അപ്പോൾ ഓക്സിജനും കാർബണും തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ കയ്യിലാണ് ഈ 2 ഇലക്ട്രോൺ നിൽക്കുന്നത്. സോ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? C2H5 C2H5O ആരുമായിട്ടാണ് ബോണ്ട് ഉണ്ടാക്കിയത്? കാർബണുമായിട്ട്. OCH3 ആയി മാറി. ഈ 2 ഇലക്ട്രോൺ ഇവിടെ വന്നു അല്ലേ. ഓക്കെ, ഈ 2 ഇലക്ട്രോണും കൂടി ഈ കാർബണിന് കൊടുത്തു. ഓക്കെ, ഇനി ഓക്സിജന് ചാർജ് ഉണ്ടാവുമോ? പറയൂ. ഇല്ല, കാരണം ഇപ്പോൾ ഓക്സിജന് ഈ ഒരു ഇലക്ട്രോണ് ഈ ഓക്സിജൻ്റെ സ്വന്തമായിട്ടുള്ളൂ അല്ലേ. ഇത് കാർബണിന് ഇലക്ട്രോണിന് തുല്യമായില്ലേ. ഇങ്ങനെ 2 ഇലക്ട്രോൺ ഉണ്ടായി പറഞ്ഞു, ഒന്ന് കാർബണിൻ്റെ ആയി, ഇപ്പോൾ ഒന്ന് ഓക്സിജൻ്റെ ആയി. സോ ചാർജ് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ ഓക്സിജന് ചാർജ്, 2 ബോണ്ട് വരുമ്പോൾ ഓക്സിജന് ചാർജ് ഇല്ല അല്ലേ. സോ വി ഗോട്ട് ദ ether. So what is this reaction? Electrophilic attack of ethoxide ion on the alkyl halide. ഈ ഓക്സിജൻ അതിൻ്റെ ഈ 2 ഇലക്ട്രോൺ, ഇതിലത്തെ ഒരു ഇലക്ട്രോൺ ആരുടെ ആയിരുന്നു? സോഡിയത്തിൻ്റെ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിനെയും കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ എത്തിയിട്ട് അവർ ബോണ്ട് ഫോം ചെയ്തു, OCH3. അപ്പോൾ C2H5 OCH3 ഉണ്ടായി. അപ്പോഴാണ് Br എങ്ങനെ പോയത്? ഈ 2 ഇലക്ട്രോണിനെയും കൊണ്ടാണ് പോയത്. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെ ആയിരുന്നു, അപ്പോൾ Brന് Br- ഉണ്ട് അല്ലേ. ആ Br- Na+ കമ്പൈൻ ചെയ്തിട്ട് NaBr ആയി മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഓഫ് സ്റ്റഡി സ്ട്രക്ചറൽ ഐസോമറിസം. എന്താ ഐസോമറിസം എന്ന് പറഞ്ഞു വെച്ചാൽ the compounds having same molecular formula but different structural formula and they exhibit different properties, and that properties are termed as isomerism. Okay, so structural isomerism means they have structural difference. Okay, then there is stereoisomerism. Stereoisomerism എന്ന് വെച്ചാൽ പൊസിഷൻ ഇൻ ദി സ്പേസിലെ പൊസിഷൻ വ്യത്യാസമുള്ളവരെയാണ് നമ്മൾ സ്റ്റീരിയോഐസോമറിസം എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു വെച്ചാൽ ആ കാർബൺ സ്കെൽറ്റനിന് തന്നെ വ്യത്യാസമുണ്ട്, അതാണ് സ്ട്രക്ചറൽ ഐസോമറിസം. ആൻഡ് യു നോ ദിസ് ഈതേഴ്സ് എക്സിബിറ്റ് 2 important structural isomerism, metamerism and functional isomerism. Okay, it exhibits 2 types of isomerism, metamerism and functional isomerism. ഇങ്ങനെ 2 തരത്തിലുള്ള സ്ട്രക്ചറൽ ഐസോമറിസം ആണ് ഈതേഴ്സ് യൂഷ്വലി കാണിക്കുന്നത്. സോ ഫസ്റ്റ് വി വാണ്ട് ടു ഡീൽ വിത്ത് മെറ്റാമെറിസം. എന്താണ് മെറ്റാമെറിസം? ഇതൊരു ഐസോമറിസം ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് പേരെ എഴുതി നോക്കാം. CH3 CH2O CH2 CH3. പേര് പറഞ്ഞോളൂ.
എന്താണ്? ഡൈ ഈതൈൽ ഈതർ അല്ലേ? എന്നാൽ ഇയാളെ പറയൂ. മീതൈൽ പ്രൊപ്പൈൽ ഈതർ. ഓക്കെ, ദെൻ ഇത് മീതൈൽ ഐസോപ്രൊപ്പൈൽ ഈതർ. അപ്പോൾ നോക്കൂ കുട്ടികളെ, ഇത് 3 ഈതേഴ്സാണ്. ദേ ഹാവ് ദ സെയിം സ്ട്രക്ചറൽ ഫോർമുല C4H10O. ദെൻ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ദെയർ സ്ട്രക്ചർ ഈസ് ഡിഫറെൻറ്റ്. അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇനി എന്താണ് അവരുടെ സ്ട്രക്ചറിലുള്ള ഡിഫറെൻറ്റ്? ദേ ഹാവ് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ either side of a bifunctional group. ഇതാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ബൈഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആ ബൈഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടെങ്കിൽ അത്തരം ഐസോമറിസത്തിനെ പറയുന്ന പേരാണ് മെറ്റാമറിസം. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവരെല്ലാം സെയിം ഹോമോലോഗസ് സീരീസിലാണ്. എല്ലാവരും ഹീതേഴ്സാണ് അല്ലേ? ഈ എഴുതിയവരെല്ലാവരും ഈതേഴ്സാണ്. സോ ദേ ബിലോങ്സ് ടു സെയിം ഹോമോലോഗസ് സീരീസ്, ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് എ ബൈഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഇവിടെ 2 ഈതൈൽ ഗ്രൂപ്പാണ്. ഇവിടെയോ ഒരു പ്രൊപ്പൈലും മീതൈലും, ഇവിടെയോ ഒരു ഐസോപ്രൊപ്പൈലും മീതൈലും. സോ ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് മെറ്റാമേഴ്സ്, ആൻഡ് ദ പ്രോപ്പർട്ടി ഈസ് ടേംഡ് ആസ് മെറ്റാമറിസം. ഓക്കെ, സോ നമുക്ക് മെറ്റാമറിസത്തിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഐസോമേഴ്സ് വിച്ച് ബിലോങ്സ് ടു സെയിം ഹോമോലോഗസ് സീരീസ് but differ in the number of alkyl group attached to 2 sides of a bivalent functional group are called metamers, and the phenomenon is called metamerism. I repeat, isomers which belongs to same homologous series but differ in the number of alkyl groups on either side of a bivalent functional group are called metamers, and the property is called metamerism. അപ്പോൾ 1, 2, 3 ഈ 3 കോമ്പൗണ്ട്സും എന്താണ്? ഐസോമേഴ്സ് ആണ്. എന്താണ് അവരെ നമുക്ക് മെറ്റാമേഴ്സ് എന്ന് പറയാം. ദെൻ ഇവർ 2 പേർക്കും വേറൊരു പ്രത്യേകത ഉണ്ട്, സെക്കൻഡും തേർഡും. ഈ 2 പേരെ നോക്കൂ. ഇവിടെ ഇത് പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്, ഇതും പ്രൊപ്പൈലാണ് അല്ലേ? ഓക്കെ, ഇവിടെ ഈ പ്രൊപ്പൈൽ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് പൊസിഷനിലാണ് OCH3, ഇവിടെ പ്രൊപ്പൈൽ ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് പൊസിഷനിലാണ് CH3. അപ്പോൾ ഇവർ 2 പേരും എന്ത് ഐസോമേഴ്സ് കൂടിയാണ്? പൊസിഷണൽ ഐസോമേഴ്സ് കൂടിയാണ് കേട്ടോ. ഹിയർ സെക്കൻഡ് ആൻഡ് തേർഡ് ആർ പൊസിഷണൽ ഐസോമേഴ്സ് കൂടിയാണ്. എന്താ പൊസിഷണൽ ഐസോമേഴ്സ്? ദേ ഹാവ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻറ്റ് പൊസിഷനിലുള്ളവരെയാണ്. ഫോർ എക്സാമ്പിൾ 2 പ്രൊപ്പനോളും 1 പ്രൊപ്പനോളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷൻ, അപ്പോൾ പൊസിഷണൽ ഐസോമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും മെറ്റാമേഴ്സാണ്. ഇവർ 2 പേരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെന്താണ്? പൊസിഷണൽ ഐസോമേഴ്സ് കൂടിയാണ്. ഇനി നമുക്ക് ഫങ്ഷണൽ ഐസോമേഴ്സ് എന്താണ്? അപ്പോൾ മെറ്റാമറിസം മനസ്സിലായില്ലേ? സെയിം ഹോമോലോഗസ് സീരീസ്. എന്താ സെയിം ഹോമോലോഗസ്? എല്ലാവരും ഈതേഴ്സാണ്, ബട്ട് ഡിഫർ ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ബൈഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി എന്താ ഫങ്ഷണൽ ഐസോമേഴ്സ് നോക്കൂ. ഇത് നോക്കൂ, ഇതെന്താണ്? ഇതൊരു ആൽക്കഹോളാണ് അല്ലേ? ഇത് ആൽക്കഹോൾ 1 ബ്യൂട്ടനോൾ എന്ന് പറയും, ഇത് 2 ബ്യൂട്ടനോൾ എന്ന് പറയും. ഓക്കെ, ദെൻ ഈ 2 കോമ്പൗണ്ട്സ് ഒക്കെ എന്താണ്? എല്ലാത്തിലും OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവരെല്ലാവരും പൊസിഷണൽ ഐസോമേഴ്സ് ആണ്. പൊസിഷണൽ ഐസോമേഴ്സ് പറഞ്ഞാണ് സെയിം ഹോമോലോഗസ് സീരീസ് ബട്ട് ഡിഫർ ഇൻ ദി പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ നെയിമിങ് എഴുതാൻ അറിയില്ലേ? ഇത് ഫസ്റ്റ് പൊസിഷൻ 2 മീഥൈൽ പ്രൊപ്പനോൾ എന്ന് പറയും. ഇത് എന്ത് വരും? 2 ഹൈഡ്രോക്സി 1 2 ഡൈമീഥൈൽ 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഓക്കെ, ഇപ്പോൾ നെയിമിംഗ് ഒക്കെ അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, സോ ഇവരെല്ലാവരും പൊസിഷണൽ ഐസോമേഴ്സ് ആണ്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും മോളിക്കുലർ ഫോർമുല C4H10O ആണ്. അപ്പോൾ ഇത് ഈതേഴ്സ്, ഇത് ആൽക്കഹോൾസ്. സോ ഈ 3 ഈതേഴ്സും ഇവരുമായിട്ട് ഫങ്ഷണൽ ഐസോമേഴ്സമാണ് കാണിക്കുന്നത്. സോ വാട്ട് ആർ ഫങ്ഷണൽ ഐസോമേഴ്സം? ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദെയർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് ഫങ്ഷണൽ ഐസോമർ. അപ്പോൾ ഫങ്ഷണൽ ഐസോമേഴ്സം വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഇതിലൊരാൾ എഴുതുക, ദെൻ ഇതിലൊരാൾ എഴുതുക. അപ്പോൾ അവരെന്താണ്? തമ്മിൽ ഫങ്ഷണൽ ഐസോമേഴ്സാണ്. കാരണം ദേ ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്.
ഇവരെ 3 പേരും എഴുതുകയാണെങ്കിൽ മെറ്റാമേഴ്സ്. ഇതിലത്തൊന്നും എഴുതുമ്പോൾ ദേ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ഇവരെല്ലാവരും പൊസിഷണൽ ഐസോമേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഐസോമറിസം, മെറ്റാമറിസം ആൻഡ് ഫങ്ഷണൽ ഐസോമറിസം എക്സിബിറ്റഡ് ബൈ ദി ഈതേഴ്സ്.